സഹോദരങ്ങളെ, നമുക്ക് മുൻപിൽ ഒരു ശുഭഭാവിയുണ്ട്. നമുക്ക് മുൻപിൽ ദീർഘദൂര യാത്രയുണ്ട്. നാം എല്ലാവരും നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ഈ വഴി ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. ഇത് കൽപ്പനകളുടെ വഴിയാണ്. ആരോഗ്യമുള്ളൊരു ശരീരം നമുക്കേവർക്കും അത്യന്താപേക്ഷിതമാണ്. ശരീരം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഈ യാത്രയ്ക്ക് വളരെ നല്ലതാണ്. നാം ഒരു ഡോക്ടറെ ചെന്ന് കണ്ടാൽ ഡോക്ടർ നമ്മുടെ ശരീരത്തിലെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യും. അതുകൂടാതെ പ്രാഥമികമായി അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യും. മറഞ്ഞിരിക്കുന്ന രോഗാണുവിനെ കണ്ടെത്തുവാൻ സ്കാനിങ് നല്ലതാണ്. അൾട്രാസൗണ്ടിൽ ഒരു സൂചന ലഭിച്ചാൽ പിന്നെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് കാര്യങ്ങൾ പോകും. CT സ്കാൻ, MRI വിദഗ്ധമായ പരിശോധനകളാണ്. അൾട്രാസൗണ്ടിൽ ഒരു സൂചന ലഭിച്ചാൽ CT സ്കാനിലും MRIയിലുമൊക്കെ മറഞ്ഞിരിക്കുന്നതിനെ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ കണ്ടുപിടിക്കാൻ നാം വൈകിപ്പോയാൽ നമ്മുടെ ശരീരത്തിൽ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പമ്മിയിരിക്കുകയാണ്. പെട്ടെന്നൊന്നും പുറമേ രോഗലക്ഷണം കാണിക്കണമെന്നില്ല. എന്നാൽ അത് ശരീരത്തിൻ്റെ പുറത്തേക്ക് ഒരു ലക്ഷണമായി ക്ഷീണമായൊക്കെ വെളിപ്പെട്ടു വരുമ്പോൾ സമയം വല്ലാണ്ട് മുൻപോട്ട് പോയിട്ടുണ്ടാകും. 4th സ്റ്റേജൊക്കെ ആയിക്കഴിഞ്ഞാൽ മരുന്ന് കൊണ്ടൊക്കെ അതിനെ ട്രീറ്റ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ക്യാൻസറിനെ കുറിച്ചല്ല. ക്യാൻസർ ശരീരത്തെ ബാധിച്ചാൽ അതിന് നമുക്ക് മരുന്നുണ്ടല്ലോ. ഇല്ലെങ്കിലും ആരോഗ്യമുള്ളൊരാത്മാവ് നമുക്കുണ്ടെങ്കിൽ ശരീരത്തിൽ കഷ്ടം വന്നാൽ എന്താ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ കഷ്ടതയ്ക്ക് ശക്തി പോരാ. വിശ്വാസത്തിൽ മരിച്ചവർ, കഷ്ടതയിലൂടെ കടന്നുപോയവർ മടങ്ങിയത് പ്രത്യാശയോടെയാണ്. അവർക്കറിയാം അവരെ വീണ്ടെടുപ്പുകാരൻ അവർക്കൊരു വാക്കു കൊടുത്തു പോയിട്ടുണ്ട്. കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. വിശ്വാസമായിരുന്നു അവരുടെ സമ്പത്ത്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വിദഗ്ധമായ വൈദ്യ പരിശോധനയ്ക്ക് നാം ഓരോരുത്തരും വിധേയരാകണം. മറഞ്ഞിരിക്കുന്നതിനെ കണ്ടെത്തുവാൻ സ്കാനിങ്ങിലൂടെ കടന്നു പോകണം. ഈ ലോകം പറയുന്ന സ്കാനിങ് അല്ല. ദൈവത്തിൻ്റെ വചനം സകലത്തെയും വിവേചിക്കും. നാം തുറക്കേണ്ടത് തിരുവെഴുത്തുകളാണ്. വചനം നമ്മെ വിവേചിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന അസൂയ പുറത്തു വരും. വചനം നമ്മെ വിവേചിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന ഷാഠ്യം, ഈഗോ, പിണക്കം ഒക്കെ പുറത്തു വരും. അങ്ങനെ ഒന്ന് മറഞ്ഞിരിക്കുന്നു എന്ന് കണ്ടാൽ അടിയന്തരമായി അതിനെ ചികിത്സിക്കണം. എന്തുകൊണ്ടെന്നാൽ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ജഡത്തിൻ്റെ ചിന്ത മരണമാണ്. യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ മുൻപിൽ വന്ന പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ. യോഹന്നാന് ശേഷം യേശുവും പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പിണക്കത്തെ കണ്ടു കഴിഞ്ഞാൽ എത്രയും വേഗം അവനെ പുറത്താക്കണം.
ഷാഠ്യം മറഞ്ഞിരിക്കുന്നത് കണ്ടാൽ അടിയന്തരാവസ്ഥയാണ്, പുറത്താക്കണം. പിണക്കമുണ്ടെങ്കിൽ പുറത്താക്കണം. അസൂയ, കോപം, ഇങ്ങനെ മറഞ്ഞിരിക്കുന്നതിനെയൊക്കെ നിങ്ങൾ വേഗത്തിൽ പുറത്താക്കണം. അത് മറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടിട്ടും അതിനെ ഗൗരവമായി കാണാതിരുന്നാൽ നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് അടിയന്തരാവസ്ഥയാണ്. സ്കാനിങ് നടത്തുക, പുസ്തകം തുറക്കുക. ഇത് ജീവന ഭീഷണിയാണ്. കർത്താവിനോട് കൂടെ നാം നിത്യതയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്, ചോര കൊടുത്തത്. വലിയ വിലയാണ് യേശു മുടക്കിയത്. പ്രിയപ്പെട്ടവരെ, ദിവ്യ സ്വഭാവത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുകയാണ്. നിത്യതയിലേക്ക് ദൈവം നമ്മെ വിളിക്കുകയാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം ഇവിടെ തന്നെ കുടഞ്ഞു കളയണം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.